എവറി വില്ലേജ് നീഡ്സ് എ ഹീറോ എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഫേസ്ബുക്കിൽ. എറണാകുളത്തിന് ഒരു സൂപ്പർ ഹീറോ വരുവാണെങ്കിൽ അയാൾക്ക് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന പവർ എന്താ? അല്ല, ഈ മെട്രോയുടെ പണിയൊന്ന് പെട്ടെന്ന് തീർക്കാനുള്ള ഒരു പവർ കിട്ടിയാൽ നല്ലതായിരിക്കും. മൊത്തം കേരളത്തിന്റെ ആണെങ്കിലോ? റോഡ് ശരിയാക്കി കണ്ടാ, പൊളിറ്റിക്സ് ആയ PWDക്കെതിരെ ബിനു ശശിറാം. ശശിറാം എന്നൊക്കെ പേരുണ്ട്. ഇടക്കിടക്ക് പേര് മാറ്റുന്നുണ്ട്. അല്ല, ശരിക്കും എന്താ പേര്? പിന്നെയാണ് ബിനു തൃക്കാക്കരാക്കി, പിന്നെ ഇടക്ക് ബിനു തൃക്കുന്നാക്കി, ഇപ്പൊ ബിനു ശശിറാമാക്കി. ഇത് മാറ്റൂല. ഫേസ്ബുക്കിൽ പിന്നെ പേര് മാറ്റാതെ മുമ്പ് ഫേസ്ബുക്ക് മറ്റേ ആള് സക്കർവർഗൊക്കെ നേരിട്ട് വന്നിട്ട് പേര് മാറ്റാൻ ട്രിക്ക് വിനോദിട്ടായിരുന്നു. ഇതൊക്കെ ശരിക്കും ഇട്ടതാണോ? ഞാൻ വിചാരിച്ചു പുള്ളി തേച്ചൊട്ടിക്കാന്ന്. ഇല്ല കാര്യമായിട്ട് അല്ല, ഈ പേരൊക്കെ മടിയൊക്കെ എടുത്തിട്ട് ഇടുന്ന പേരുകളാ. ഞാനുള്ള ദിവസങ്ങളൊക്കെ ഈവനിങ് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് വിഷ്ണുവിൻ്റെ കോള് വരും, ചേട്ടാ റെഡിയായ, എവിടെയെങ്കിലും ഫുഡ് റെഡി ആയിട്ടുണ്ടാവും. അങ്ങനെ പോയി ഒരു ഹൗസ് വാമിങ് വീട്ടിൽ പോയി, അവരൊക്കെ പോയി പന്തൽ ഒഴിച്ചോണ്ട് പോയി. ആ സമയത്ത് ഞങ്ങൾ ചേർത്ത് വിളിച്ചിട്ടൊന്നുമില്ല, വിളിക്കാത്ത സ്ഥലത്ത് വിഷ്ണു വിളിച്ചായിരുന്നു എന്നെ. വിഷ്ണുവിനെ വിളിച്ചായിരുന്നാ? എന്നെ വിളിച്ചെന്നാണ് എൻ്റെ ഓർമ്മ. നിങ്ങളുടെ ഈ സിനിമയുടെ ഒരു ആദ്യത്തെ മെമ്മറി എന്താണ്? ഏറ്റവും കൂടുതൽ ചാളയച്ച ഞാനാ. ചാളയെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ഭയങ്കര ഏറ്റവും കൂടുതൽ നുണയുള്ള പേര് കിട്ടിയേക്കണ ചാളക്ക്. നെയ്മീൻ എന്ന് പറഞ്ഞിട്ട് അതിന് നെയ്യില്ല, ചാള കൊടുക്കുന്ന നെയ്യ, അതിന്റെ പേര് ചാള. സത്യം, ശരിയാണ്. പേര് ശരിക്കും മാറ്റണമല്ലേ? നെയ്മീനെ ചാളയെന്നും. ലോജിക്ക് മിസ്റ്റേക്കാ. ഇനി മേടിക്കും എന്തായാലും. ചാളയുടെ ഇന്റർവ്യൂ ആണോ? മിന്നൽ മുരളിക്കും ലോകയ്ക്കും ശേഷം ഒരു സൂപ്പർ ഹീറോ കൂടി മലയാളത്തിന് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഈ പടത്തിന്റെ പോസ്റ്റർ കണ്ടിട്ടുള്ളത്. റിവോൾവർ റിങ്കോ സിനിമയെ കുറിച്ച് സംസാരിക്കാൻ സിനിമയുടെ മൊത്തം ടീം എൻ്റെ കൂടെ ഉണ്ട്. ടീം റിവോൾവർ റിങ്കോ, വെൽക്കം ടു ലൈറ്റ്സ് ക്യാമറ ടോക്ക്. ഓക്കെ, ഈ സൂപ്പർ ഹീറോ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഞാനിത് റിവോൾവർ റിങ്കോ എന്ന് പറഞ്ഞാൽ അടിച്ചു നോക്കുമ്പോൾ അങ്ങനെ പാട്ടും കാര്യങ്ങളൊന്നും ഇറങ്ങിയിട്ടില്ലല്ലോ. കിട്ടിയത് ഈ പറഞ്ഞതുപോലെ ലോകയ്ക്കും മിന്നൽ മുരളിക്കും ശേഷം എന്നൊക്കെ പറഞ്ഞിട്ടാണ്. പിന്നെ കുറേ കോമിക്കുകൾ. ഇത് ആക്ച്വലി ഉള്ള ക്യാരക്ടറാണോ അതോ സിനിമയുടെ ഭാഗമായിട്ട് നിങ്ങൾ ഇറക്കിയ കോമിക്കാണോ? അല്ല, ബാലരമയ്ക്കൊക്കെ മുമ്പ് അങ്ങനെ ഒരു റിവോൾവർ റിങ്കോ എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നെന്നാണ് എന്നോട് കിരൺ പറഞ്ഞത്, ഇതിൻ്റെ ഡയറക്ടർ. അപ്പം ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പാ, അത് കാരണം നമുക്കറിയില്ല. അപ്പൊ ഇവിടെ അറിയില്ലെന്നർത്ഥം. എനിക്കറിയില്ല. അത്രയും പേര് അല്ല, ഇപ്പൊ വരുന്ന കോമിക്സ് ഈ പടത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ്, അത് ഇതിനു വേണ്ടി ഉണ്ടാക്കിയതാണ് ഇൻസ്റ്റാഗ്രാമിൽ. പക്ഷെ ഇങ്ങനൊരു പേര് പണ്ട് ഏതോ ഒരു അമർ ചിത്രകഥയിലുള്ളതാണ് അല്ലേ? അമർ ചിത്രകഥയ്ക്ക് മുമ്പ്, അതായത് കിരണിന്റെ ഒക്കെ കുട്ടിക്കാലത്ത്. നമ്മളൊന്നും അറിയാൻ സാധ്യതയില്ല, ഡയറക്ടറുടെ കുട്ടിക്കാലത്ത്. അപ്പൊ ഇതിനെ കുറിച്ച് ആദ്യം പറയുമ്പോ എന്താ പറഞ്ഞു തന്നെ? എനിക്ക് ഫീൽ ചെയ്തത്, ഞാൻ എൻ്റെ സ്ക്രിപ്റ്റ് ആദ്യം കേൾക്കുമ്പോൾ ഈ മനുവങ്കിളൊക്കെ കാണുമ്പോൾ നമുക്കൊരു സുഖമുണ്ടല്ലോ, അതുപോലെ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു പടം എന്നാണ് ഫീൽ ചെയ്തത്. കാരണം ഇതിൽ കുട്ടികളുടെ ഒരു പരിപാടിയാണ്, ഒരു വെക്കേഷന് കുട്ടികളൊക്കെ കൂടി ഒത്തുചേരണതും ഒരു ഉദ്യമവുമായിട്ട് ഇറങ്ങുമ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യുന്നൊരു ക്യാരക്ടറാണ്. കൂട്ടത്തിലൊരുത്തൻ്റെ മാമനാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ഇവർക്കൊരു ലക്ഷ്യമുണ്ട്, അത് സാധിക്കാൻ വേണ്ടിയിട്ട് ബാക്കി ആൾക്കാരെ ഇവർ സെറ്റ് ചെയ്യുന്നതാണ് മാമൻ വഴി. അപ്പോൾ മാമൻ ഓർക്കണത് പിള്ളേരെ പറ്റിച്ച് അതിൽ നിന്ന് എന്തെങ്കിലും അടിക്കാവുന്നതാണ്. പിന്നെയാണ് മനസ്സിലാവുന്നത് പിള്ളേര് മാമനോട് പറ്റിച്ചോണ്ടിരിക്കുന്നത്, പിള്ളേരാൽ പറ്റിക്കപ്പെടുകയാണെന്ന് അല്ലേ? നിങ്ങളാണല്ലോ ഇതിലെ താരങ്ങൾ. നമ്മുടെ റിങ്കോ ഇപ്പൊ സൈഡിൽ ഇരിക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഉള്ളിലേക്ക് എത്തിയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ റിവോൾവർ റിങ്കോ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആദ്യം ഓർമ്മ വരുന്നത് എന്താ? ഒരു സൂപ്പർ ഹീറോ. റിവോൾവർ റിങ്കോ എന്ന് പറയുമ്പോൾ റിവോൾവർ ഒരു തോക്കൊക്കെ പിടിച്ച് മാസമായി നിൽക്കുന്ന ഒരു സൂപ്പർ ഹീറോ, അത്രേ മനസ്സിൽ വരുന്നുള്ളൂ. സിനിമ ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളുടെ ഈ സിനിമയുടെ ഒരു ആദ്യത്തെ മെമ്മറി എന്താന്ന്? സിനിമയുടെ ഒരു ആദ്യത്തെ മെമ്മറി ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, അതെ, അത് നമ്മള് സിനിമ ചെയ്യുന്ന സമയത്ത് രാത്രി നമ്മളുടെ കോമ്പിനേഷൻ സീനിൽ ഏറ്റവും കൂടുതൽ ചാള വെച്ച് ഞാനാ. അങ്ങനെ ഡയറക്ടർ രാവിലെ മാർക്കറ്റിലൊക്കെ പോണം, മാർക്കറ്റിൽ പോയി മത്തി കൂട്ടവിലക്ക് അഭിനയം കറക്റ്റ് ആവുള്ളൂ. മത്തിയ ഫേവറേറ്റ് അല്ലായിരുന്നു, പക്ഷെ അവിടെ നിന്ന് ആ ഷൂട്ടിന് ശേഷം എൻ്റെ ഫേവറേറ്റ് മത്തിയാണ്. പക്ഷെ അതിൽ തെറ്റു പറയാൻ പറ്റില്ല കേട്ടോ, ഇനിയും മത്തി ഫാൻ ആയിരിക്കും അല്ലേ? അതെ, ഇവൻ റിഹേഴ്സലിൽ 5-8 കഴിച്ചു, ടേക്കിൽ പിന്നെ തെറ്റണതിനനുസരിച്ച് കഴിച്ച് പിന്നെ ചേട്ടൻ്റെ പ്ലേറ്റിൽ നിന്നും കൂടെ ഞാൻ എടുത്ത് കഴിച്ചു. അങ്ങനെ പിന്നെ ചേട്ടൻ്റെ മത്തി ചേട്ടന്മാരുടെ പ്ലേറ്റായി.
അല്ല എന്തായാലും അത് പിന്നെ അവസാനം വരുന്നൊക്കെ അവനെന്നെ കൊടുക്കാൻ തുടങ്ങി. എന്തായാലും വളരെ അതിനായിട്ട് ആർട്ട് ഡയറക്ടർ വേറെ ചാള പൊരിച്ചിരിക്കേണ്ടി വന്നു. ചാളയെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഭയങ്കര ഏറ്റവും കൂടുതൽ നുണയുള്ള പേര് കിട്ടിയേക്കണ ചാളക്ക്. നെയ്മീൻ എന്ന് പറഞ്ഞിട്ട് അതിന് നെയ്യില്ല, ചാള കൊടുക്കത്ത നെയ്യാണ്ട് അതിന്റെ പേര് ചാള. സത്യം ശരിയല്ലേ? ചാള കഴിക്കണം നന്നാ. പേര് ശരിക്കും മാറ്റണമല്ലേ? നെയ്മീനെ ചാളയെന്നു ലോജിക്ക് മിസ്റ്റേക്കാ. പക്ഷെ നെയ്മീനെ നോക്കി നമുക്ക് ചാളാന്ന് വിളിക്കാൻ തോന്നില്ല, ചാളനെ നോക്കുമ്പോഴേ ചാളാന്ന് വിളിക്കാൻ തോന്നുള്ളൂ. അത് കേട്ട് പരിചയമുള്ളതുകൊണ്ടല്ലേ. 2 ദിവസം വിളിച്ചു നോക്കി നെയ്മീനെ ചാളയെന്ന്. ഇനി മേടിക്കും എന്തായാലും. ചാളയുടെ ഇന്റർവ്യൂ ആണ്. നമ്മള് റിവോൾവർ റിംഗോയിൽ നിന്നും ചാളയിലേക്ക് പോകും. വിഷയത്തിൽ നിന്നും വ്യതിചലിച്ചു പോന്നു. ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. പല പല കൂട്ടുകാരും രണ്ടുപേരും മാറി മാറി ഇന്റർവ്യൂ എടുത്തിട്ട് താങ്കളെ കാണാൻ പറ്റിയിട്ടില്ല. നൈസ് മീറ്റിംഗ് യു. സന്തോഷമുണ്ട് കാണാൻ സാധിച്ചത്. പറയൂ, റിവോൾവർ റിംഗോയെ കുറിച്ച് പറയൂ. റിവോൾവർ റിംഗോ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഷൂട്ടിംഗ് അനുഭവമായിരുന്നു ആ സിനിമ ലൊക്കേഷൻ. കാരണം എൻ്റെ കളിയുടെ പേരെന്താ നമ്മൾ കളിച്ചോണ്ടിരുന്നത്? യൂനോ കാർഡ് എന്ന് പറഞ്ഞൊരു വീട്ടിൽ എൻ്റെ മോൾക്ക് ഈ യൂനോ കാർഡ് മേടിച്ചു കൊടുക്കാൻ പറഞ്ഞ് ബഹളം. ഞാൻ മേടിച്ചു കൊടുക്കാൻ പോകുമ്പോൾ കളിക്കാമെന്ന് പറയും. അപ്പോൾ എനിക്കിതിൻ്റെ ഒന്നും അറിയില്ല. അങ്ങനെ റിവോൾവറും കൂടെ സെറ്റ് ചെന്നപ്പോൾ ഈ പുള്മാരാണ് എന്നെ പഠിപ്പിച്ചത് ആ കളി. എന്നിട്ട് പിന്നെ ഞാൻ മോളായിട്ട് നല്ല രസമുള്ളൊരു അനുഭവം. നല്ല എന്താ പറയുക, നമ്മൾ ഈ ബിനുവിനെ അറിയണത് മറ്റേ പന്നിമലത്ത് അങ്ങനത്തെ സാധനങ്ങൾ അറിയുള്ളൂ. വേറൊരു സാധനം ഉണ്ടല്ലോ, കഴുതുകൾ, ഡോങ്കി, അങ്ങനെ കാർഡ് വെച്ചിട്ട് വേറൊരു സാധനം. അത് കളിച്ചോ? ഞങ്ങൾ കൂടണല്ല, എന്തുവാ അതിന് ഞങ്ങൾ കൂടണല്ല കളിച്ചോ? നോ സാചേട്ടാ, നോ. നമ്മൾ തമ്മിലൊരു കോപ്പറേഷനിൽ വേണം. ഓക്കെ. പിന്നെ ഇതിലെ ഈ നമ്മൾ സാധാരണ സിനിമ ഇങ്ങനെ അഭിനയിക്കുമ്പോൾ ഒരു ഷൂട്ടിംഗ് അനുഭവം, ഇത് ആശ്രമത്തിൽ ചെന്ന പോലെയായിരുന്നു എൻ്റെ അനുഭവം. ഒരു ഭയങ്കര കൂളായിരുന്നു എല്ലാവരും. പ്രത്യേകിച്ച് എൻ്റെ ഡയറക്ടറൊക്കെ ഭയങ്കര നമ്മളെന്താ പറയുക, ഇത്രയും പിള്ളേരുള്ള ഒരു ആശ്രമം. അതായത് നമുക്കൊരു ഷൂട്ടിങ്ങിന് ബാലാശ്രമം. ബാലാശ്രമം അത് നല്ല രസമായിരുന്നത്. ബിനുവിന് ആശ്രമവും ഡയറക്ടർക്ക് പരാശ്രമമായിരുന്നു. അല്ല, ഇതെന്തായാലും ഭയങ്കര രസമായിരുന്നു. കാരണം ഈവനിങ് ഷൂട്ട്, ഞാനുള്ള ദിവസങ്ങളിലൊക്കെ ഈവനിങ് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് വിഷ്ണുവിൻ്റെ കോള് വരും, ചേട്ടാ റെഡിയായ, എവിടെയെങ്കിലും ഫുഡ് റെഡി ആയിട്ടുണ്ടാവും. അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ കല്യാണ വീട്ടില് അതെ ഒരു കോഴിക്കോടായിരുന്നു കോഴിക്കോട് ഫുഡിന്റെ ഒരു രക്ഷയില്ല. എല്ലാ ദിവസവും വൈകുന്നേരം പോകും. അങ്ങനെ പോയി ഒരു ഹൗസ് വാമിങ് വീട്ടിൽ പോയി, അവരൊക്കെ പോയി പന്തൽ ഒഴിച്ചോണ്ട് പോയി. ആ സമയത്ത് ഞങ്ങൾ ചേർത്ത് ശരിക്കും ആ വിളിച്ചിട്ടൊന്നുമില്ല, വിളിക്കാത്ത സ്ഥലത്ത് വിഷ്ണു വിളിച്ചായിരുന്നു തന്നെ. വിഷ്ണുവിനെ വിളിച്ചായിരുന്ന? എന്നെ വിളിച്ചെന്നാണ് എൻ്റെ ഓർമ്മ. വിളിച്ചു അത് ഞങ്ങളുടെ ഇത് കട്ടപ്പനയൊക്കെ ഫുള്ള് റിയൽ ലൈഫ് തോന്നല്ലേ? ഇല്ല ശരിക്കും വിളിച്ചതാ. അതായത് നമ്മുടെ വെടിക്കെട്ടിന്റെ ആർട്ട് ഡയറക്ടർ ഉണ്ട് സജീഷ് താമരശ്ശേരി. ഇപ്പൊ നമ്മുടെ കിഷ്കിന്ദ കാണ്ഡം എക്കോ ഒക്കെ ചെയ്ത്. അപ്പോൾ സജീഷിന്റെ സിസ്റ്ററുടെ ഹൗസ് വാമിങ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ രാവിലെ തുടങ്ങി വിളിച്ചോണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഷൂട്ടിലാണല്ലോ, രാത്രി ഇല്ല ഷൂട്ട്, ഡേ മാത്രമേ ഉള്ളൂ. ഇത് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയി എല്ലാവരും കൂടി. അവിടെ ചെന്ന് വണ്ടി കൊണ്ട് ചവിട്ടി വിഷ്ണു ഇറങ്ങിയപ്പോൾ വീട്ടുകാരെ ഹായ് വിഷ്ണു, ബാക്കി ഡോറ് തുറക്കണ്ടപ്പോൾ ഇവരെ മുഖം മാറാൻ തുടങ്ങി. അത്രയും പേരെ വണ്ടിക്ക് എന്ന് ഇറങ്ങിയേക്കണത്. മറ്റേ ഇതില് മാന്നർമത്തയിലൊക്കെ ഫുള്ള് ആൾക്കാര്. നിങ്ങൾ എല്ലാരും പോയില്ലേ? ഇല്ല, ഞാൻ നമ്മള് വേറെ പോയി. നമ്മൾ പിറ്റേ ദിവസം ഫുഡ് ഫെസ്റ്റിലാണ് പോയത്. ഞാനുണ്ടായി. ആ ഫുഡ് ഫെസ്റ്റിലുണ്ടായിരുന്നു. ഭക്ഷണം പിന്നെ കഴിക്കാൻ അത് കഴിഞ്ഞൊരു കല്യാണത്തിന് പോയില്ലേ? കല്യാണത്തിന് പോയി. ഭക്ഷണം കഴിക്കാനാ പോയത്? ഷൂട്ട് ചെയ്യാനാ? ഇല്ല, മെയിനായിട്ട് ഭക്ഷണം. ഷൂട്ടും ഉണ്ടായിരുന്നു. ഈ ബിഗ് ബിരിയാണിയിൽ പോയാ? പോയി അല്ല, അന്ന് ഇറങ്ങിയില്ലത്. അതിപ്പോ ഇറങ്ങിയത്. അതിപ്പോ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയാ. പോയായിരുന്നോ? സെക്കൻഡ് പാർട്ടിന് പോവാം. അപ്പൊ ഇതിനൊരു സെക്കൻഡ് പാർട്ട് ഉണ്ടോ? പിന്നെ തീർച്ചയായിട്ടും. ശരിക്കും ഉണ്ടാ? ഉണ്ടാ? ഇല്ല, എന്തായാലും ഷൂട്ടും ഭയങ്കര എൻജോയ്മെന്റ് ആയിരുന്നു അവിടെ. നല്ല രസമായിരുന്നു. സാജേട്ടൻ ഞങ്ങൾ ഇവിടെ വന്നിട്ടേ വേറൊരു ആങ്കറും കൂടി ഉണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ ഇരിക്കുന്നത്, ഈ സാജേട്ടനെ സാജി ചേട്ടാന്ന് വിളിക്കണോ ഷാജി ചേട്ടാന്ന് വിളിക്കണോന്ന്. ശരിക്കും ആൾക്കാർ എന്താ വിളിക്കുക? എന്നെ വിളിക്കുന്നത് പാഷാണ് ഷാജി എന്ന്, അല്ലെങ്കിൽ പാഷാണോ അല്ലേ ഷാജി. ശരിക്കും എൻ്റെ പേര് സാജു എന്നാ. ആ ഉവ്വ്, അതാ ചോദിച്ചത്. ഈ സാജു എന്ന് വിളിച്ചു കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കാറുണ്ടാ? സാജു എന്ന് വിളിക്കുന്നത് എല്ലാം മാത്രം ക്ലാസ് റൂമിൽ. ഈ പേര് കിട്ടിയപ്പോഴും അതൊക്കെ ഒഴിവായിട്ടൊരു മര്യാദക്കാരനായത്. ഈ ശരിക്കും ഫുൾ നെയിം എന്താ? സാജു നവോദയ. അതല്ല, ഒറിജിനൽ നവോദയ തന്നെയാണ്. അല്ല, സാജു പി ടി. സാജു പി ടി. ഓക്കെ. ഇതിലെന്താ പരിപാടി? ഇതിലാ റിവോൾവർ റിംഗോല് ഇതിൽ ഇവരുടെ മെയിൻ ആർട്ട് ഡയറക്ടർ ഞാനാ പടത്തില്ല. പടത്തിന്റെ അല്ല, അതിനകത്ത പടത്തിന്റെ. ശരിക്കും? ആ അഭിനയം മാത്രമല്ല, ആർട്ട് വർക്കും കൂടി ഉണ്ട് പടത്തിൽ. ഞാൻ ആർട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പടത്തില്. സാജേട്ടൻ പറഞ്ഞ സീരിയസ് ആണോ കളിയാക്കിയിട്ടാണോ മനസ്സിലാവുന്നത്? ആണോ? അന്നാ ഇനി പറ, ആർട്ട് ഡയറക്ടർ ആയിട്ട് പറ, ആക്ടറോട് കിട്ടെ. അല്ല, നമ്മൾ പറഞ്ഞില്ലേ ഡയറക്ടർ എന്തൊക്കെ പറഞ്ഞതൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തു കൊടുക്കും. പിന്നെ ഇവരുടെ സെറ്റപ്പാണ്, ഈ കുട്ടികളുടെ സെറ്റപ്പാണ്.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാ കാര്യവും ചെയ്ത് കൊടുക്കുക. അപ്പോൾ രസം ഇവർ കൂടെ ഉണ്ടാവും ഫുൾ ടൈം. പിന്നെ ഈ കുട്ടികളല്ലേ, അപ്പോൾ അതനുസരിച്ചുള്ള സാധനങ്ങൾ ഉപയോഗിക്കാൻ പറ്റുള്ളൂ നമുക്ക്. കല്ലം പാക്കറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നൈസ്. അപ്പൊ ഈ റിങ്കോയുടെ ഡ്രസ്സിലൊക്കെ കൈയുണ്ടോ? പിന്നെ ഫുള്ള് അത് കോസ്റ്റ്യൂമല്ലേ? ഓ നൈസ്. കോസ്റ്റ്യൂമർ പുള്ളിയല്ല, കോസ്റ്റ്യൂമർ തോക്ക് അല്ല, ഞാനായിരുന്നു. പക്ഷെ ആർട്ടിലുള്ള നിങ്ങളുമായിട്ട് തോക്ക് ഞാനായിരുന്നു. ഞാൻ അവനെ കാണുമ്പോൾ എപ്പോഴെങ്കിലും കാണുകയാണെങ്കിൽ പറയണം എന്ന് വിചാരിച്ചിരുന്ന ഒരു സീൻ, ഫീനിക്സിലെ ലാസ്റ്റ് സീൻ ഉണ്ടല്ലോ, ക്ലൈമാക്സ് സീൻ. അതൊന്ന് സിനിമ കണ്ടപ്പോൾ ഞാൻ കൂടി ഇരുന്ന് കരഞ്ഞതാണ്. കൂടാണ്ട് വെറുതെ റീല് കണ്ടാലും ഐ ജസ്റ്റ് ലുക്ക് ഇറ്റ് യു ആൻഡ് ക്രൈ. ഭയങ്കര സങ്കടം വരും. നമ്മൾ വലിയ ആളുകൾക്ക് അത്രയും സ്നേഹം, റൊമാൻസ് ഒക്കെ മനസ്സിലാക്കുന്നത് മനസ്സിലാവും. പക്ഷെ ആ ചെറിയ പ്രായത്തിൽ ഹൗ ഡിഡ് യു ഡു ഇറ്റ്? ഞാൻ എപ്പോഴെങ്കിലും കാണുമ്പോൾ ചോദിക്കണം എന്ന് വിചാരിച്ചൊരു കാര്യം അത്. ആ ഒന്ന് ഭയങ്കര രസമായിട്ട് ചെയ്തിട്ട് അതിനൊരു കയ്യടി പറഞ്ഞിട്ട് ഞാൻ ചോദിക്കാം, ഹൗ ഡിഡ് യു ഡു ഇറ്റ്? ആക്ച്വലി ഫീനിക്സിൻ്റെ സെറ്റിൽ ഭയങ്കര ഫണ്ണായിരുന്നു. അവിടെ എനിക്ക് സിബ്ലിങ്സ് ആയിട്ട് അഭിനയിക്കുന്ന 2 പിള്ളേരുണ്ടായിരുന്നു. സോ അവരുടെ കൂടെ ഭയങ്കര കളിയും ചിരിയൊക്കെ ആയിരുന്നു. പിന്നെ ചേട്ടൻ അങ്ങനെ അപ്പോൾ ഡയറക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ കുറച്ച് സീരിയസ് ആയിട്ടുള്ള സീനാണ്, മൂഡൊക്കെ ഫുൾ ചേഞ്ച് ചെയ്യണം, ക്ലൈമാക്സ് സീനാണ് എടുക്കാൻ പോണതെന്ന് പറഞ്ഞു. ഞാൻ നോർമലി ക്ലൈമാക്സ് സീനായിട്ട് കരഞ്ഞ് അഭിനയിച്ചു. 2-3 ടേക്ക് മാക്സിമം പോയി. അത് കഴിഞ്ഞിട്ട് അഭിനയിച്ച് കഴിഞ്ഞ് ഞാൻ തിരിച്ച് റൂമിലേക്ക് പോയപ്പോൾ അവർ സീൻ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ തിരിച്ച് റൂമിൽ പോയപ്പോൾ അവർ ഭയങ്കര ക്ലാപ്പടി. എനിക്കൊന്നും മനസ്സിലായില്ല. അത് കഴിഞ്ഞിട്ടാണ് ഇവർ പറയുന്നത് സൂപ്പറായിട്ട് അഭിനയിച്ചു. പിന്നെ അമ്മയ്ക്കാണെങ്കിലും അമ്മ എൻ്റെ കൂടെ സെറ്റിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ മൂവി കണ്ടപ്പോഴാണ് പുള്ളിക്കാരി കരഞ്ഞ് ഭയങ്കര പ്രൗഡായി. അതാണ് ഇത് ഫീനിക്സ് കണ്ടിട്ട് എന്തായാലും ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, അതിൽ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് കിട്ടിയ ഒരു റിവ്യൂ എന്തായിരുന്നു? ഇനിയും ഇതുപോലത്തെ റോളുകൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫീനിക്സിന്റെ റെഫറൻസിൽ, അതായത് ആ റോള് കണ്ടിട്ട് അത് റിലേറ്റ് ചെയ്തിട്ട് വന്നിട്ടുള്ള വേറെ ഓഫേഴ്സ് ഉണ്ടോ? ഫീനിക്സ് കണ്ടിട്ടാണ് എനിക്ക് 2 തമിഴ് മൂവിയും കിട്ടിയത്. വിക്രം സാറിന്റെ കൂടെയും ചെയ്യാൻ പറ്റി, സൂര്യ സാറിന്റെ കൂടെയും റെട്രോ ചെയ്തതൊക്കെ. പിന്നെ വീരധീരസൂരൻ അല്ലെ, അതും ചെയ്ത്. വിക്രം സാറിന്റെ ലേറ്റസ്റ്റ് ഫോട്ടോ കണ്ടാ പുള്ളിയുടെ? എന്താ അത്, പഴയ ഇന്ത്യൻ ലുക്കിൽ തന്നെ. എന്താ ആക്ച്വലി പുള്ളിയുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെ ഉണ്ടാവും? ഭയങ്കര പാവാണ്. ഞങ്ങളെല്ലാവരോടും ഞങ്ങളോട് ഭയങ്കര കമ്പനിയാണ്. ഞങ്ങളുടെ കൂടെ വന്നിരുന്ന് ഫുൾ സംസാരം, ഇടയ്ക്കിടയ്ക്ക് ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ തരും. ഭയങ്കര ഫ്രണ്ട്ലിയാണ് പുള്ളി. നാഷണൽ അവാർഡ് വിന്നർ എന്ന് പറയുന്നതേ, നിന്നെ കാണുമ്പോൾ അതിനോട് ഈ കൊച്ചാണോ എന്ന് നമുക്ക് തോന്നും. പക്ഷെ ഇത് കേൾക്കുമ്പോഴുള്ള വാട്ട് ഈസ് യുവർ ഫീൽ? ഇത് ഫസ്റ്റ് അറിയുന്നത് എപ്പോഴാ? ആരാ പറഞ്ഞ? അത് എൻ്റെ മാമനാണ് ഇങ്ങനെ പെട്ടെന്ന് ഫോൺ ചെയ്ത് പറയുന്നത് ഇങ്ങനെ അവാർഡ് കിട്ടി എന്നുള്ള കാര്യം. അപ്പോൾ ആദ്യം നമ്മൾ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല, ഒരു പ്രാങ്കാണെന്ന് വിചാരിച്ച് നിന്നു. പക്ഷെ പെട്ടെന്ന് TV ഓൺ ചെയ്ത് നോക്കുമ്പോൾ കറക്റ്റ് എൻ്റെ ഫോട്ടോ ഒക്കെ കണ്ടു. അപ്പോൾ അതിൽ ഒരുപാട് സന്തോഷമായി. അങ്ങനെ ആദ്യമായിട്ട് എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നത് ആർട്ട് ലവർ എന്ന് പറഞ്ഞ ചേട്ടൻ. ഇന്നലെ വന്നില്ലായിരുന്നു, ചേട്ടൻ കണ്ടില്ല, ചേട്ടനായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അടിപൊളിയാണ്, സന്തോഷമുണ്ട്. നമ്മൾ ഈ നാഷണൽ അവാർഡ് മേടിക്കാന്നൊക്കെ പറയണത് ഇത് നമുക്കൊക്കെ TV-യിൽ കണ്ടിട്ടുള്ള പരിചയമുള്ളൂല്ലോ. നിങ്ങൾ പോയി പ്രസിഡന്റിൽ നിന്ന് അവാർഡ് മേടിക്കുന്നതൊക്കെ നമ്മൾ TV-യിൽ കണ്ടിട്ടുള്ളൂ. ഇത് നേരിട്ട് പോയിട്ട് അനുഭവിച്ച ആളാണല്ലോ. ഹൗ ഡസ് ഇറ്റ് ഫീൽ അവിടെ ചെല്ലുമ്പോൾ? സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ പോകുമ്പോൾ ഞാൻ 5ാം ക്ലാസ്സിനാണെന്ന് തോന്നുന്നു എനിക്ക് അവാർഡ് പ്രഖ്യാപിച്ചിട്ട് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അവിടെ പോയതിന് ശേഷം അപ്പോൾ അവിടെ പോകുമ്പോഴേ ഇവര് അമ്മയച്ഛനൊക്കെ എന്നെ പറഞ്ഞ് പേടിപ്പിച്ചുകൊണ്ടിരിക്കുക. അവിടെ കുറേ പേരുണ്ടാവും, ഗണ്ണൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അവിടെ ആ ഒരു രീതിയിൽ നിൽക്കണം അങ്ങനെ. അപ്പോൾ ഭയങ്കര നന്നായിട്ട് തന്നെ ചെയ്യണം എന്നുള്ള രീതിയിലായിരുന്നു എന്നെ പറഞ്ഞ് പഠിപ്പിച്ച് വിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ കയറുമ്പോഴേക്കും എല്ലാവരും തോക്കൊക്കെ പിടിച്ച് നിൽക്കുന്നു. അപ്പോൾ ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ കയറി അവാർഡ് വാങ്ങി തിരിച്ചു വന്നു. അപ്പോൾ അവിടെ ഉണ്ടായ മറ്റേ ഋഷഭ് ഷെട്ടി സാറൊക്കെ അപ്രീഷിയേറ്റ് ചെയ്തു. ഈ നിങ്ങളോട് ഇപ്പോൾ ഈ ജയറാമേട്ടനൊക്കെ മറ്റേ കാളിദാസന് അവാർഡ് കിട്ടിയ സമയത്ത് പറയണ്ടായിരുന്നില്ല, അവരുടെ അടുത്ത് പറയും നേരെ ചെന്ന് കഴിഞ്ഞാൽ അത് മേടിച്ചു പോരുക, മിണ്ടരുത്, വേറെ ഒന്നും ചെയ്യരുത്. ഇതൊക്കെ നിങ്ങളുടെ അടുത്ത് എപ്പോഴാ പറയാ? ഇങ്ങനെയൊക്കെ പറയും ശരിക്കും? അതാണ് ഞാൻ പറഞ്ഞു, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരുന്നു എന്നെ പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് കയറി വെക്കുമ്പോൾ സത്യം അതാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ അന്നായിരുന്നു അവിടെ മറ്റേ ആങ്കർ ചെയ്യുന്ന ആന്റിനോട് പറഞ്ഞു, അന്ന് എന്റെ ബർത്ത്ഡേ ആയിരുന്നു എനിക്ക് അവാർഡ് കിട്ടുന്നത്. അപ്പൊ ഇതുവരെ ആർക്കും അങ്ങനെ കിട്ടിയിട്ടില്ല. ബർത്ത്ഡേന്റെ ദിവസമായിരുന്നു എനിക്ക് എന്റെ അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നത്, October 8th. അപ്പോൾ അത് അന്നായിരുന്നു, റിഹേഴ്സലിൽ അന്നായിരുന്നു ഞാൻ മാഡത്തിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അവരത് അനൗൺസ് ചെയ്തു, എല്ലാവരും വിഷ് ചെയ്തു. അടിപൊളിയാണ്. നൈസ് അല്ലേ? എന്തൊരു വലിയ അച്ചീവ്മെന്റാ. ഓക്കെ, ഇനി റിവോൾവർ റിങ്കോയെ കുറിച്ച് പറയും. റിങ്കോ അത് ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് വെക്കേഷന് വേണ്ടിയിട്ട് വെക്കേഷൻ സമയത്ത് ചെയ്യുന്ന കുറച്ച് പരിപാടികളാണ് ഈ മൂവി എന്ന് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഹെൽപ്പിന് വിളിക്കുന്ന മാമൻ എൻ്റെ മാമനാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഫാമിലി മൂവിയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് മൂവിയാണ്.
സൂപ്പർ ഹീറോ എന്ന് അങ്ങനെ തികച്ച് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും സൂപ്പർ ഹീറോ ടച്ച് ഉണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും പടം കാണും, വിജയിപ്പിക്കും എന്ന് വിചാരിക്കുന്നു. ഇപ്പം നമ്മളിപ്പോൾ ഈ മാളികപ്പുറം ചെയ്യുന്ന പോലെ, ഇപ്പം റിവോൾവറിംഗോ ചെയ്യുന്ന പോലെ ഇതുപോലെ പക്കാ കൊമേഴ്ഷ്യൽ സിനിമകളും ചെയ്യുന്നുണ്ട്. തവളയുടെ ഇതുപോലത്തെ അത്ര ഓഫ് ബീറ്റ് ആയിട്ടുള്ള സിനിമകളും ചെയ്യുന്നുണ്ട്. ഈ സ്ക്രിപ്റ്റ് സെലക്ഷൻ ഉണ്ടല്ലോ, ഇതെങ്ങനെയാ ചെയ്യുക? ഹൂ ഹെൽപ്സ് യു? തവളയുടേതൊക്കെ ഫസ്റ്റ് മൂവി ആയതുകൊണ്ട് സ്ക്രിപ്റ്റ് ഒന്നും കേൾക്കാൻ നിന്നില്ല. അപ്പോൾ സെക്കൻഡ് മൂവി കുമാരി അതും നിന്നില്ല. പിന്നെ മാളികപ്പുറത്തിന് എന്നെ ഷംസുക്ക എന്ന് പറഞ്ഞിരിക്കുക ഇങ്ങനെ സജസ്റ്റ് ചെയ്ത് പിന്നെ ഓഡീഷന് പോയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അതിനുശേഷം സ്ക്രിപ്റ്റൊക്കെ അച്ഛൻ തന്നെയാണ് സെലക്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കും ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട് കൊള്ളാവും. എനിക്ക് പിന്നെ എല്ലാ സ്ക്രിപ്റ്റും ഓക്കെ ആയതുകൊണ്ട് അച്ഛൻ തന്നെ ഇല്ല, അച്ഛൻ തന്നെ എല്ലാം സെലക്ട് ചെയ്ത് അങ്ങനെ അച്ഛനാണ് കൂടുതലും ഈ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. ഇത് തുടങ്ങുമ്പോൾ നിങ്ങൾ രണ്ടാളും ചെറുതാണല്ലോ അഭിനയം തുടങ്ങുമ്പോൾ. ഇപ്പൊ പയ്യെ ക്ലാസ് കയറി ഇപ്പോൾ ഒരാൾ 8ലും ഒരാൾ 9ലും, അങ്ങനെ നേരത്തെ പറഞ്ഞ രണ്ടുപേരും വലിയ ക്ലാസ്സിലേക്ക് പോകണല്ലോ, പഠിക്കണ്ടേ? എൻ്റെ പാരൻസ് ടീച്ചേഴ്സാണ്, അച്ഛനും അമ്മയും ടീച്ചേഴ്സാണ്. സോ അവർ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ നോട്ട്സൊക്കെ ആ സമയത്ത് തന്നെ എല്ലാ ദിവസവും കംപ്ലീറ്റ് ആക്കാറുണ്ട്. അത്ര ബുദ്ധിമുട്ടുണ്ടാവാറില്ല. പിന്നെ ടീച്ചേഴ്സും പ്രിൻസിപ്പളും ഒക്കെ ഭയങ്കര സപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ കുഴപ്പമൊന്നുമില്ല. ഇല്ല. ഈ എവറി വില്ലേജ് നീഡ്സ് എ ഹീറോ എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഫേസ്ബുക്കിൽ. ഈ എറണാകുളത്ത് ജനിച്ചു വളർന്ന ആളെന്ന രീതിയിൽ എറണാകുളത്തിന് ഒരു സൂപ്പർ ഹീറോ വരുവാണെങ്കിൽ അയാൾക്ക് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന പവർ എന്താ? സൂപ്പർ പവർ ആലോചിക്കാൻ. ഒരു സൂപ്പർ ഹീറോ ആയാൽ എല്ലാ പവറും ഉണ്ടാവുമല്ലോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. അങ്ങനെയില്ലേ? ഇല്ല, സൂപ്പർ ഹീറോക്കല്ല പവറില്ല, എന്തെങ്കിലും ഒരു പവർ. അല്ല, ഈ മെട്രോയുടെ പണിയൊന്ന് പെട്ടെന്ന് തീർക്കാനുള്ള ഒരു പവർ കിട്ടിയാൽ നല്ലതായിരിക്കും. മൊത്തം കേരളത്തിന്റെ ആണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ ഇപ്പം എന്ത് വേണം? അതൊക്കെ പൊളിറ്റിക്കലായി പോകും നമ്മൾ എന്ത് പറഞ്ഞാലും. അത്ര പൊളിറ്റിക്കലായിട്ടുള്ള എന്തെങ്കിലും പറയാൻ പറ്റുമോ? റോഡ് ശരിയാക്കി കണ്ടോ, പൊളിറ്റിക്സ് ആയ PWDക്കെതിരെ ബിനു ശശിറാം. ഇനിയിപ്പോ ഞങ്ങൾക്ക് ക്യാപ്ഷന്റെ ആവശ്യമില്ല അല്ലെ, നായകൻ തന്നെ ഞങ്ങൾക്ക് ക്യാപ്ഷൻ തന്നു. എന്താ PWDക്കെതിരെ ബിനു ശശിറാം, ബിനു തൃക്കാക്കര, ശശിറാം എന്നൊക്കെ പേരുണ്ട്. അതങ്ങനെ ആക്കിയപ്പോ അത് അവനെ രക്ഷപ്പെടുത്തിയില്ല. ആര്? വിഷ്ണു. മനസ്സിലാവാ? പിന്നെ ശിവറാം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കില്ല. ഓ, കൂട്ടുകാരനോടുള്ള സ്നേഹം. അല്ല, ഇടക്കിടക്ക് പേര് മാറ്റുണ്ട്. അപ്പൊ ഇതിൽ ഏതാന്ന് കൺഫ്യൂഷൻ ആയി പോകും. അല്ല, ശരിക്കും എന്താ പേര്? ബിനു തൃക്കാക്കര എന്നല്ലേ? അത് മാറ്റിപ്പോ ബിനു ശശിറാം എന്നാക്കി. അതെന്താ? അതായത് ഞാനിപ്പോ ഒരു അത് പറയാമോ? പറഞ്ഞു. അല്ല, ഈ പടത്തിന് അല്ല, ഇപ്പൊ ഇത് പറഞ്ഞോ, അടുത്ത പേര് മാറ്റുമ്പോ അടുത്ത് പറയാലോ. കഥകൾ ഇങ്ങനെ കിടക്കല്ലേ? അതായത് അത് ബിനു തൃക്കാക്കരാന്നായിരുന്നു. അപ്പോൾ ഈ ഞാനിപ്പോൾ ഒരു പടം എഴുതിയായിരുന്നു, ഓട്ടം തുള്ളൽ എന്ന് പറഞ്ഞു, മാർത്താണ്ഡ ചേട്ടൻ ഡയറക്റ്റ് ചെയ്ത പടം. അപ്പോൾ അതിൽ ചെന്നപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞാൽ ഈ തൃക്കാക്കര എന്നുള്ള സ്ഥലപ്പേര് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഈ പഴയ പരിപാടിയാണത്, അത് മാറ്റാൻ പറഞ്ഞു. അങ്ങനെ കുറേ പേര് ഇങ്ങനെ ആലോചിച്ചപ്പോൾ ബിനു ശശിറാം എന്നുള്ളത് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും പേരിൻ്റെ ആദ്യത്തെ അക്ഷരമാണ്. അച്ഛൻ്റെ ഒരു ശശി, അമ്മയുടെ ഒരു രമണി എന്നാണ്. അപ്പോൾ അതിനകത്ത് 6 എടുത്തിട്ട് കൂട്ടിച്ചേർന്നു. അല്ല, ശരിക്കും ഇപ്പൊ ഈ സാജേട്ടന്റെ പേര് പറഞ്ഞ പോലെ കറക്റ്റ് പേരെന്താ? ബിനു AS. ഒരു പടത്തിൽ അതായിരുന്നു വെച്ചത്. പിന്നെയാണ് തൃക്കാക്കരാക്കി, പിന്നെ ഇടക്ക് ബിനു തൃക്കുന്നാക്കി, ഇപ്പൊ ബിനു ശശിറാമാക്കി. മാറ്റൂല ഫേസ്ബുക്കിൽ പിന്നെ പേര് മാറ്റാൻ നോക്കുമ്പോ ഫേസ്ബുക്ക് മറ്റേ ആള് സക്കർവർഗൊക്കെ നേരിട്ട് ട്രിക്ക് ബിനോണ്ടായിരുന്നു. ഇതൊക്കെ ശരിക്കും ഇട്ടതാണോ? ഞാൻ വിചാരിച്ചു പുള്ളി തേച്ചൊട്ടിക്കാന്ന്. ഇല്ല, കാര്യമായിട്ട് അല്ല, ഈ പേരൊക്കെ മടിയൊക്കെ എടുത്തിട്ട് ഇടുന്ന പേരുകളാ. ശരിക്കും ഇട്ടതാണോന്ന് വെറ്റിലൊക്കെ ചെവി വെച്ചിട്ട് ഇങ്ങനെ പറയും. അതായത് ട്രിക്ക് വിനോദം അങ്ങനെ മറ്റു നമ്മുടെ സനൂപ് തൈക്കൂടൊക്കെ ഇല്ലേ, വിജീഷും. സനൂപൊക്കെ ഇവനൊന്ന് മൊത്തത്തിലൊന്ന് പൊളിച്ചെഴുതാൻ വേണ്ടി മറ്റേ ഓവർ സൈസ് ടീഷർട്ടും വലിയ ക്യാപ്പും ഒക്കെ ആയിട്ട് കുറച്ച് ദിവസം നടന്നു മോഡേണൊക്കെ ശ്രമിച്ചാൽ മതി. പൊടിയൊക്കെ ഇടിച്ചിട്ട് അവസാനം കാക്ക പുറകിന്ന് മാറണല്ല. അങ്ങനെ ട്രിക്ക് വിനോദമുള്ള പേര് അത്. അപ്പോൾ ഇവരോട് ഞാൻ സജഷൻ ചോദിച്ചേട്ടാ ഇങ്ങനെ പേര്. അതിന് പിന്നെ അതിൻ്റെ കുറേ കേൾക്കേണ്ട വന്നു. ഞാൻ മുഴുവൻ ഷാഫി സാറിനെ വിളിച്ചു പറഞ്ഞു. നമ്മുടെ ഷാഫി സാറപ്പോൾ എന്നെ വിളിച്ചായിരുന്നു. അതുപോലെ പറയാൻ അതല്ലേ എല്ലാവരും അവൻ്റെ മെക്കിട്ട് കയറുന്നത്. അല്ല, പേര് മാറ്റുന്ന മാവും തമ്മിൽ ബന്ധമുണ്ട്. അല്ല, അതല്ലേ പറഞ്ഞത്. വർത്തമാനം കേട്ടിട്ട് അത് നോക്കിക്കൊണ്ടിരുന്നപ്പോഴേ നിങ്ങളുടെ വർത്തമാനം കേട്ടപ്പോഴേ. അല്ല ഏട്ടാ, ഞാൻ ചെയ്യണേ, ഈ
നമ്മൾ ഈ മറ്റേ കാണുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്നത് മറ്റേ അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ ഇത് സ്ഥിരം നമ്മളെല്ലാവരും പറയുന്നതാണല്ലോ. ഇത് സിനിമയിൽ വമ്പൻ ഹിറ്റ് ആവുകയും ചെയ്തു, പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇത് വേറെ രീതിയിലും ടോക്കായില്ലോ. അപ്പത്തെ നിങ്ങളുടെ ഒരു അവസ്ഥ എന്തായിരുന്നു? വാട്ട് ഇസ് യുവർ ഡിസ്കഷൻ? എനിക്ക് പ്രത്യേകിച്ച് അവസ്ഥയൊന്നും ഉണ്ടായില്ല. തെറി മൊത്തം കേട്ടത് ബിബിനും ശ്രീ അതിൻ്റെ ഡയറക്ടറും കൂടിയാണ് കേട്ടത്. ഞാനൊരു നമ്മളപ്പോൾ ഒരു പാവത്തിന് അങ്ങനെ അപമാനിക്കണ്ടായിരുന്നുള്ളൊരു സഹതാപ തരംഗം ഏറ്റുവാങ്ങി ഞാൻ ഇരുന്ന്. പക്ഷെ അത് മാറിക്കോളും. അയ്യോ അല്ല, ഞാനിപ്പോൾ നമ്മളിത് അറിഞ്ഞുകൊണ്ട് ചെയ്യണമല്ലല്ലോ. ഇത് അപമാനിച്ച് പോയിക്കോട്ടെ, അല്ലെങ്കിൽ ഇവരെന്നെ എങ്ങനെ അപമാനിക്കുമ്പോഴും നീ തന്നെയല്ലേ അത്. ഞാൻ തന്നെ ആ ഡയലോഗ് എഴുതിയത്. അപ്പൊ ഇവരിങ്ങനെ കുറെ കേട്ടത് മുഴുവൻ അവര് അല്ല എന്നെ കളിയാക്കുന്ന ഡയലോഗുകൾ ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്നപ്പോ എൻ്റെ വായിന്ന് അറിയാതെ വന്നാണ് അപമാനിച്ച് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതങ്ങനെ എല്ലാത്തിനും ഇടാന്ന് പറഞ്ഞ്. പിന്നീട് നമുക്ക് ആ സമയത്തൊന്നും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ പറ്റി എനിക്ക് അറിയില്ലായിരുന്നു. അല്ലേ, നമ്മുടെ ബിബിനൊന്നും അറിയില്ല. ഞങ്ങൾ മിമിക്രി കളിച്ചു നടന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കിയുള്ള കോമഡികളാണ് എല്ലാവരും നമ്മൾ യൂസ് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ അതിൽ നമ്മളതിനെ അതിങ്ങനെ നോർമലി നമ്മൾ പറഞ്ഞു പോണതാണ്. കമന്റ് ഇട്ട് പറയില്ലേ, ആ പറയണ ഒരു 5 കൂട്ടുകാർ കൂടി കഴിയുമ്പോഴത്തേക്ക് ഒരത്താളെ കളിയാക്കും ഇല്ലേ, കളിയാക്കാതിരിക്കും. അതാ കളിയാക്കണത് ആ പറയണ ആൾക്ക് വേണ്ടിയിട്ടല്ല, മറ്റുള്ളവർ ഇരിക്കാൻ വേണ്ടിയിട്ടാ. അത് തന്നെ ഞങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് സംഭവിച്ചത് കൂടി പോയി അവിടെയാണ് ഇച്ചിരി എന്നെ ട്രോളാൻ എനിക്ക് വേറെ ആരുടെ സഹായില്ല എന്നുകൊണ്ട് സ്വയം ട്രോൾ ചെയ്തായിരുന്നത്. അവസാനം വഴക്ക് മുഴുവൻ അവര് കേട്ട് സന്തോഷായില്ലേ? അല്ല, അതുകൊണ്ട് ഇവന് ശ്രദ്ധിക്കപ്പെട്ടല്ലോ. അത് ശരിയാ. പക്ഷെ അല്ല, ആ ഡയലോഗിൽ ഒരു ഭയങ്കര ഹൈപ്പായിരുന്നു. അതിപ്പോ ഈ പറഞ്ഞ പോലെ നമ്മള് ഈ എന്താ പറയുക, മാമുക്കോയുടെ ഇവരുടെയൊക്കെ അവരുടെയൊക്കെ ഡയലോഗുകൾ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഇപ്പൊ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന ഒരു ഡയലോഗാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മള് പിന്നീടുള്ള ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ എഴുത്ത് പരിപാടി ഒന്നും അങ്ങനത്തെ ഒരു ബോഡി ഷേമിങ് പരിപാടി ഞാനിപ്പോൾ അങ്ങനെ ചെയ്യാറില്ല, മൊത്തത്തിൽ ഒഴിവാക്കി. കാരണം അല്ല, അത് ഓരോ തിരിച്ചറിവുകളല്ലേ. അന്ന് അങ്ങനെ ചെയ്തതുകൊണ്ട് ഒരു എക്സ്പോഷർ കിട്ടി. അതിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ വെച്ചിട്ട് പുതിയ 2 സ്ക്രിപ്റ്റ് ചെയ്തില്ലേ. പക്ഷെ ഇന്നിപ്പോ ഈ പറഞ്ഞ പോലെ, ഇപ്പൊ പുള്ളി പറഞ്ഞ പോലെ, അതായത് നമ്മൾ എഴുതുമ്പോൾ നമുക്ക് ഇങ്ങനെ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമല്ലോ. നമ്മൾ ടോൺഡ് ആയിട്ടുള്ളത് നമ്മൾ ഇതുപോലെ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണല്ലോ. ഇപ്പൊ ഈ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഈ പറഞ്ഞ നിങ്ങളിപ്പോൾ ഷോ അവതരിപ്പിക്കുമ്പോഴാണെങ്കിലും ഇതിൽ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും അല്ലെങ്കിൽ ബോഡി ഷേമിങ് ചെയ്യാതിരിക്കാന്നും ഇത് വരുന്നത് ഭയങ്കര കോൺഷ്യസ് ഒരു പ്രശ്നമാണല്ലോ. ഇതൊരു പ്രശ്നമായിട്ട് അത് ഭയങ്കര പ്രശ്നമുണ്ട്. അതായത് എല്ലാവരും നിർത്തി നമുക്ക് നമ്മളൊരു ചിലപ്പോൾ ഒന്ന് പിടിക്കും. നമ്മൾ എന്ത് എഴുതുമ്പോഴും നമ്മളൊന്ന് അയ്യോ അത് എഴുതിയാൽ ചിലപ്പോൾ പണി കിട്ടൂട്ടോ. ഇപ്പം ഞാൻ അനുഭവിച്ചൊരു പ്രശ്നം പറയാമെന്ന് വെച്ചാൽ, ഈ നമ്മൾ ഇപ്പോൾ ഈ നന്മ പരിപാടി എഴുതാനിപ്പോൾ പേടിയാണ്. നന്മ ഒരു അച്ഛൻ്റെ ക്യാരക്ടർ, ഒരു നന്മയുള്ള അച്ഛൻ എന്ന് പറഞ്ഞ് എഴുതി കഴിഞ്ഞാൽ ഇപ്പോൾ അതിന് വാഴയിൽ അത് വന്നിട്ടുണ്ട്. നന്മമരം നന്മയോളി എന്നൊക്കെ പറഞ്ഞ് വിളിക്കും. അപ്പോൾ വെറുതെ ഇതിനെ അത് അപ്പോൾ നമ്മൾ നന്മേനെ പതിയെ അങ്ങനെ നീക്കണം. ഇപ്പോൾ പതിയെ എല്ലാ സിനിമകളിലും അങ്ങനെ വരുന്നതായിട്ട് എനിക്ക് ഫീൽ തോന്നി. കാരണം ഈ പണ്ട് പാമ്പുകൾക്ക് കാലുണ്ടാകുമെന്ന് പറഞ്ഞിട്ട് പിന്നീട് പാമ്പുകൾ ഇത് ഉപയോഗിക്കാണ്ട് ഇപ്പോൾ അതിന് കാല് പോയിട്ട് പിന്നീടാണ് എഴയാൻ തുടങ്ങിയത്. അതുപോലത്തെ ഒരു അവസ്ഥ നന്മക്ക് വരുമെന്ന് എനിക്കൊരു പേടിയുണ്ട്. നമ്മൾ പറയാതിരുന്ന നന്മനെ പതിയെ നൈസായിട്ട് തട്ടിയുണ്ട്. അങ്ങനെ പതിയെ ഇത് സമൂഹത്തിൽ മൊത്തത്തിൽ നന്മയുടെ ഇത് പ്രതിച്ഛായ തന്നെ കുറഞ്ഞു വരിക എന്നുള്ളൊരു സംഭവമുണ്ട്. ഞാനത് താത്വികമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അല്ലല്ല, മനസ്സിലായി, അത് കാര്യം മനസ്സിലായി. സാഹചര്യം ഈ ഷോസ് ഒക്കെ ചെയ്യുമ്പോൾ ഈ പ്രശ്നം വരാറുണ്ടോ? കാരണം നമ്മൾ നേരത്തെ ചെയ്തു വെച്ച സ്ക്രിപ്റ്റുകളൊക്കെ നമ്മൾ ഉപയോഗിക്കും. അതാണ് പ്രശ്നം. നമ്മളെല്ലാവരും അതൊക്കെ നിർത്തി. ഇപ്പോൾ വർഷങ്ങൾക്ക് മുമ്പേ സ്കിറ്റ് എടുത്തിട്ട് കണ്ടിട്ട് ഇവനാരാണ് അത് പറയാൻ, ഇത് എന്നെങ്ങാണ്ട് ചെയ്താന്നറിയാമോ. ഇപ്പം ആരും അങ്ങനെ മിമിക്രിയിൽ കളിയാക്കിയൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ മിമിക്രി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ക്യാരിക്കേച്ചറാണ്. അത് നമ്മൾ ഒരാളെ നോർമലി കാണിച്ചാലും ചിരിക്കുകയില്ല, ഒന്നുമില്ല. കാർട്ടൂണിസ്റ്റുകൾ തന്നെ കണ്ടില്ലേ, അവരെങ്ങനെ വരച്ചു വെക്കണത്? അത് നമ്മൾ കണ്ട ഫസ്റ്റിൽ കാണുമ്പോൾ നമുക്കൊരു ഇത് വരും. അപ്പൊ അയാൾ കറക്റ്റായിട്ട് എന്നെ തന്നെ വരച്ചു വെച്ചിട്ട് അത് കാർട്ടൂൺ ആവില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എല്ലാവരും നിർത്തിയിട്ടാ, പേടിച്ചിട്ടാ. പൊങ്കാലാണ്, വീട്ടിൽ കിടക്കുന്ന ഒരു കൂട്ടത്തുമ്മല. അപ്പൊ അത് കാരണം എല്ലാവരും അതൊക്കെ നിർത്തി. കളിയാക്കലും ഇല്ല, ബോഡി ഷേമിങ്ങും ഇല്ല, നല്ല രീതിയിലാണ് പോകണം. ഈ നമ്മൾ സിനിമയിൽ പറയുമ്പോഴേ ഇൻസൾട്ടാണ് മുരളി ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ കേൾക്കാൻ ഭയങ്കര രസമാണ്. പക്ഷേ ഇൻസൾട്ട് കിട്ടിയവർക്ക് അങ്ങനെ ആയിരിക്കില്ലല്ലോ. ഈ റിജക്ഷൻ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, എല്ലാ ഫീൽഡിലും ഉണ്ട്, സിനിമയിൽ കുറച്ച് കൂടുതലായിട്ടുണ്ട്. ഹൗ ഡു യു ഹാൻഡിൽ ഇറ്റ്? അതങ്ങ് ഉൾക്കൊള്ളും, അത്രേ ഉള്ളൂ. സങ്കടം വരില്ല? സങ്കടം വരും, മനുഷ്യനല്ലേ പിള്ളേ. ട്രൂ. എന്നാലും അത് നമുക്കുള്ളതാണെങ്കിൽ നമുക്ക് വരും. അങ്ങനെ അങ്ങ് വിശ്വസിച്ച് പോകുന്നു അല്ലേ? എല്ലാം നല്ലതിനാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പേഴ്സണലി. എല്ലാം നല്ലതിനാണ്. എനിക്ക് അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, അതുപോലും നല്ലതിനാണെന്ന് കാലം തെളിയിച്ചിട്ടുണ്ട്.
ഈ ഈ വിഷ്ണുവിനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതായത് നേരത്തെയൊക്കെ സിനിമ സെറ്റിൽ ചെല്ലുമ്പോൾ ഈ ജയറാമേട്ടനൊക്കെ വിളിച്ചിട്ട് വിഷ്ണു എന്തി അവനെ ഇങ്ങോട്ട് വിളിച്ചു, അവൻ മിമിക്രി ചെയ്യുന്ന പറഞ്ഞത് വേണുചേട്ടൻ്റെ ഒക്കെ ഫ്രണ്ടിലൊക്കെ മിമിക്രി ചെയ്തിട്ടുണ്ട് ഇത്. എൻ്റെ വീടപ്പൂനെ അത് അങ്ങനെ ചെയ്തിട്ടുള്ളതില്ലേ, അതായത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇനിയിപ്പോൾ എനിക്ക് ഒന്നും വേണ്ട, അവാർഡ് കിട്ടിയ പോലെ ഇന്ന് ചിലപ്പോൾ ചില കമന്റുകൾ തോന്നൂല നമുക്ക്. അങ്ങനെ തോന്നിയിട്ടുള്ളത് ഒരു പെർഫോമൻസ് ചെയ്ത് ആരുടെ മുമ്പിൽ പെർഫോം ചെയ്തപ്പോഴാണ്? അല്ല അതിപ്പോ എല്ലായിടത്തും അതിനെ ചെയ്യണം എവിടെയെങ്കിലും അല്ലേ, ഇനിയിപ്പോ ചെയ്യണം. എവിടെയെങ്കിലും ചെയ്തിട്ട് വേണം അത്. നിങ്ങൾ ഈ പരസ്പരം തേപ്പാണില്ലേ ഇരുന്ന് അല്ലേ? അല്ല കാര്യമായിട്ട് പറഞ്ഞാൽ അവനത് വീട്ടിൽ ഓർമ്മ കിട്ടണല്ലോ, അതേ ഞാൻ പറഞ്ഞു. ഇനിയിപ്പോൾ ചെയ്യാലോ, സമയം കിടക്കുകയല്ലേ. അല്ല ഇത് വേണുചേട്ടൻ്റെ ഒക്കെ ഫ്രണ്ടിൽ ചെയ്തിട്ട് വേണുചേട്ടനൊക്കെ ഇത് ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടില്ല. അതാ ഞാൻ ചോദിച്ചത്, കാരണം അത്രയും ഇവർക്ക് ആർക്കും എന്ന് പറഞ്ഞ പോലെ കിട്ടാത്തൊരു ചാൻസ് ആണല്ലോ അത്. അതായത് മഹാഭാഗ്യമാണ്. നെടുമുടി വേണിച്ചേൻ്റെ കൂടെ ജഗതി ശ്രീകുമാർ അമ്പിളിച്ചേൻ്റെ കൂടെ ഒക്കെ അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ട് എനിക്ക്. മാമുക്കോയുടെ കൂടെ. ശരിക്കും കൂട്ടത്തിലെ ഏറ്റവും എക്സ്പീരിയൻസ് ഉള്ള ആള് താങ്കളാണ് അല്ലേ? എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അതേ ഡയലോഗ് പറഞ്ഞേ കേട്ടത് DQയുടെ അടുത്ത് സംസാരിക്കുമ്പോൾ DQ പറഞ്ഞു, സത്യത്തിൽ തനിക്ക് വാപ്പച്ചിയായിട്ടുള്ള കൂടുതൽ കണക്ഷൻ. പളുങ്കിലൊക്കെ അഭിനയിച്ചിട്ട് പളുങ്ക്, അതിന് മുന്നേ ഏതായിരുന്നു? മമ്മൂക്കായിട്ട് ആദ്യമായിട്ട് അഭിനയിക്കുന്ന രാപ്പകല്. എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ശരിക്കും? ഞാൻ കണക്ക് കൂട്ടിയിട്ടില്ല, പക്ഷെ ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് പറയാൻ പറ്റില്ല. കാരണം ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് എൻ്റെ വീടപ്പൂൻ്റെയും, അത് 2003 അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂസ് നമ്മൾ ആ പടം അഭിനയിക്കുന്നില്ലല്ലോ. അപ്പം എൻ്റെ വിചാരം നമ്മൾ പടത്തിൽ അഭിനയിച്ചു, അതിൽ വന്നു, ഇനിയിപ്പോൾ ഇങ്ങനെ സിനിമാക്കാരെന്നെ വിളിച്ച് കൊണ്ടുപോകുന്നതാണ് എൻ്റെ വിചാരം. കാരണം അത് കഴിഞ്ഞിട്ടുള്ള പടത്തിലും എന്നെ ഈ പടത്തിൻ്റെ അസോസിയേറ്റ് ആയിരുന്ന തോമസ് ചേട്ടനാണ് കണ്ണിനും കണ്ണാടിക്കും എന്ന് പറയുന്ന സുന്ദർദാസ് സാറിൻ്റെ പടത്തിലേക്ക് വിളിക്കുന്നത്. അപ്പോൾ അതിന് ഞാൻ പോയി അഭിനയിക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ സിബി സാറിൻ്റെ തന്നെ അടുത്ത പടം അമൃതം എന്ന് പറയുന്ന സിനിമയിലേക്ക് വീണ്ടും എന്നെ വിളിക്കുന്നു. അപ്പോൾ ഞാനായിട്ട് പോയി ഇങ്ങനെ അന്വേഷിക്കണമെന്ന് അതിനുള്ള ബുദ്ധിയോ ബോധമൊന്നും എനിക്കില്ല. അപ്പം ഇങ്ങനെ വിളിച്ചോളൂ എന്നുള്ളതാണ്. അപ്പം ഇങ്ങോട്ട് വിളി വരുമ്പോൾ നമ്മൾ പോയി അഭിനയിക്കുന്നു. അത് ചിലപ്പോൾ വർഷത്തിൽ ഒരു പടമായിരിക്കും, അല്ലെങ്കിൽ 2 പടമായിരിക്കും. അപ്പോൾ കണ്ടിന്യൂസ് അഭിനയിക്കണമെന്നില്ല, എന്തെങ്കിലും ഒരു വിളി വരുന്നു പോയി അഭിനയിക്കുന്നു. കഥ പറയുമ്പോൾ, പിന്നെ രാപ്പകൽ, പളുങ്ക്, മായാവി, അങ്ങനെ ഓരോരോ സീൻസാണ് ഇതിലൊക്കെ ഉള്ളു. വിഷ്ണു പോയി അന്വേഷിക്കലെന്നല്ലോ കേട്ടോ, പക്ഷെ ഇതിന് വേണ്ടിയിട്ടേ ഭയങ്കര ഡെഡിക്കേഷനാണ് ആൾ. ഇതിനു വേണ്ടി കഷ്ടപ്പെടും. കാരണം അമർ അക്ബർ ഇവർ എഴുതുന്ന സമയം തൊട്ടേ എനിക്കറിയാം. അത് കുറേ നാളായിട്ട് ഇതിനു വേണ്ടി പ്രൊജക്റ്റിന് വേണ്ടി തന്നെ ഇങ്ങനെ നടക്കുക. അപ്പം ഇതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നുണ്ട്, പോയി അന്വേഷിക്കണമെന്നല്ല, കഷ്ടപ്പെടുന്നുണ്ട്. അതിൻ്റെ റിസൾട്ടാണ് വിഷ്ണുവിന്. പിന്നെ വേറെ ഇവർ ഞങ്ങൾ ചാനലിൽ നമ്മൾ ചെയ്യാൻ പോകുമ്പോൾ ഇവനെ വിളിച്ചാൽ ഇവൻ വരില്ല. പറയണം ഞാൻ സിനിമയ്ക്ക് വേണ്ടിയാണെന്നുള്ളത്. അന്ന് ഇപ്പം ചാനലിൽ ഒരു പരിപാടിക്ക് വരില്ലായിരുന്നു, അന്നൂടെ പുള്ളി സിനിമക്ക് വേണ്ടി. അപ്പോൾ അങ്ങനെ പല പല പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ അതിലൊക്കെ ഉണ്ട്. അപ്പോൾ നിനക്ക് ചെയ്തുകൂടെ എന്ന് ചോദിക്കും. അപ്പോൾ ഇല്ലടാ, ഞാൻ സിനിമ നമ്മൾ നടനാവാൻ വേണ്ടി നിൽക്കണേ ആളോ. ഇപ്പോൾ ചാനലിൽ പോയി ചെയ്ത് അപ്പം ഇതിനൊരു തടസ്സം വേണ്ടാന്ന് പറഞ്ഞിട്ട് അതുപോലും ഇതിനൊരു തടസ്സം ഉണ്ടായിരുന്നല്ലേ. പിന്നെ ഇവർ സംശയം ഉണ്ടായില്ല. ഫോൺ എടുക്കുമ്പോഴേ സൂപ്പർ സ്റ്റാർ വിഷ്ണു എന്നും പറഞ്ഞിട്ട് കൊടുത്ത സിനിമയിലൊക്കെ അന്ന് പോലെ ഇങ്ങനെ ഫോൺ വിളിക്കുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, അതായത് ഇപ്പം ഭയങ്കര ഒരുപാട് ആൾക്കാർ സിനിമ എന്ന് പറഞ്ഞിട്ട് ഇപ്പം നമ്മൾ ഇപ്പം ഇവിടെ നിൽക്കുന്നവരിൽ തന്നെ ഒരുപാട് പേര് സിനിമ എന്ന് ആഗ്രഹിച്ചവർക്കുണ്ടാവും. അങ്ങനെ ഒരാൾ വന്നിട്ട് ഇപ്പോൾ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ വന്ന് മെസ്സേജ് ചെയ്യാണ്, വെച്ചിട്ടാണ് എനിക്ക് സിനിമയിൽ കയറണമെന്നുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഈ പറഞ്ഞ പോലെ ആരെയും കോൺടാക്ട് ചെയ്യാനില്ല, എന്താ പറഞ്ഞു കൊടുക്കുക അവരുടെ അടുത്ത്? അല്ല, നേരത്തെ ഞാൻ എല്ലാവർക്കും മറുപടിയൊക്കെ അയക്കുമായിരുന്നു. ഇപ്പം ഞാനത് കാണുമ്പോൾ എനിക്ക് അയക്കണില്ല. കാരണം ഒരു ദിവസം ഒരു 200 പേരെങ്കിലും എന്നോട് ബ്രോയ്ക്കാവുമ്പോൾ അറിയാമല്ലോ, ഇതിൽ നിന്ന് വന്നതല്ലേ എന്ന് ചോദിക്കും. ഇത് ഒരാളോട് മറുപടി പറയാം, 2 ആളോട് മറുപടി, ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാൻ എനിക്ക് മതിയായി. അത് കാരണം ഞാൻ ഇപ്പം മറുപടി അയക്കണില്ല. അല്ല, അതിന് ഞാൻ കോമൺ ആയിട്ട് ഞാൻ പല ഇൻ്റർവ്യൂസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാര്യം. ഇപ്പം ഞാൻ സിനിമയിൽ വന്ന രീതിയിലല്ല സാജു ചേട്ടൻ സിനിമയിൽ വന്നേക്കണം, അതുപോലെ അല്ല ശ്രീപദ് വന്നിട്ടുണ്ട്, അതേപോലെ അല്ല ആവണി വന്നത്, അതുപോലെ അല്ല ബിനു വന്നത്, അതുപോലെ അല്ല ബിബിൻ വന്നത്. ഓരോരുത്തരും എല്ലാവരുടെയും പാത്ത് ഡിഫറെൻ്റാണ്. അപ്പോൾ ഇതിലൊക്കെ കോമൺ ആയിട്ടുള്ളൊരു കാര്യം, ഇതിനു വേണ്ടി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട്, എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ ആയിക്കോളും. അപ്പം ഞാനൊരു വഴി പറഞ്ഞു കൊടുത്തിട്ട് ഇതാണ് അതിൻ്റെ റൂട്ട് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഓരോരുത്തർക്കും ഡിഫറെൻ്റാണത്. മനസ്സിലായി. പക്ഷെ ഇപ്പം നമ്മൾ പറയില്ല, നമുക്ക് ചാൻസസ് വരുമോ വരാതിരിക്കുമോ, പക്ഷെ നമ്മൾ എപ്പോഴും പ്രിപ്പയർഡ് ആയിരിക്കണം, ഒരു ആക്ടർ എപ്പോഴും പ്രിപ്പയർഡ് ആയിരിക്കണം എന്ന് പറയില്ല. ഇതിൽ ഈ പ്രിപ്പറേഷൻ ആൾക്കാർ ആക്ടിങ് ക്ലാസ്സസ് ഉൾപ്പെടെ അതിന് പോകുന്ന ആൾക്കാരുണ്ട്. വാട്ട് ഈസ് യുവർ പ്രിപ്പറേഷൻ ആക്ച്വലി? അല്ല, അങ്ങനെയല്ല. ഞാൻ ചെറുപ്പം തുടങ്ങിയ ഇതിലേക്ക് ഫോക്കസ്ഡ് ആണ്. സിനിമ, അതാണ് നേരത്തെ വിനുവും പറഞ്ഞ കാര്യം. സിനിമയിലേക്ക് അതിനുവേണ്ടി നമ്മളിപ്പോൾ നമ്മൾ 10ാം ക്ലാസ്സിൽ ഓട്ടോഗ്രാഫ് എഴുതുമല്ലോ. അപ്പം അതിലെൻ്റെ ഏറ്റവും കൂടുതൽ കൂട്ടുകാർ എഴുതിയേക്കുന്നത് നീ നാളെ
വലിയ നടനാവും, നീ നടനാവുമ്പോൾ ഞങ്ങളെ മറക്കരുത് എന്നൊക്കെ അങ്ങനെയൊക്കെ. അതറിയാത്തവരാരും ഇല്ല. അപ്പം നമ്മുടെ പാരൻസ് ആണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും ഒക്കെ ഇൻഡയറക്റ്റ്ലി എൻ്റെ മനസ്സിലേക്ക് ഫീഡ് ചെയ്തേക്കണം ഞാൻ എന്തായാലും സിനിമാ നടനാവാനുള്ള ആളാണ്. അപ്പോൾ അവരോടൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നന്ദി പറയേണ്ടത്. കാരണം എൻ്റെ മനസ്സിൽ സംശയം പോലും ഇല്ല. അല്ലെങ്കിൽ പിന്നെ ഞാൻ അത്രയും സാമ്പത്തികമായിട്ടൊക്കെ ഞെരുങ്ങിയിരിക്കുന്ന സമയത്ത് എനിക്ക് ഏതെങ്കിലും ചാനലിൽ എന്തെങ്കിലും പരിപാടിക്ക് കയറാൻ വേണമെങ്കിൽ, കാരണം കൂട്ടുകാരൊക്കെ അതിലേക്ക് ഉണ്ട്. ഞാനപ്പോഴും അതിനുവേണ്ടി എന്തെങ്കിലും ഒരു പ്ലോട്ടൊക്കെ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോഴും ഞാനൊരു ദിവസം ബിബിൻ്റെ അടുത്ത് പറഞ്ഞു, എടാ അത് നമ്മൾ സിനിമയ്ക്ക് വേണ്ടി വെച്ചേക്കണം, അതെടുത്ത് സ്കിറ്റ് ചെയ്യല്ലേ എന്ന് ഞാൻ പറഞ്ഞു. അവനത് നൗഫലിക്ക എടുത്ത് പറഞ്ഞു. അപ്പം നൗഫലിക്ക അന്നാണ് എന്നെ ശ്രദ്ധിക്കണേന്ന് പറഞ്ഞു ബിബിൻ്റെ അടുത്ത്. കാരണം അയാൾ അങ്ങനെ പറഞ്ഞോ, അയാൾ എന്ത് സിനിമ യൂസ് വിചാരിച്ചിട്ടാണെന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ ഏത്. അപ്പോൾ എനിക്കത് ഇക്ക ഇങ്ങനെ ഭയങ്കര അത്ഭുതമായിട്ട് പറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കര കോൺഫിഡൻസ് ബൂസ്റ്ററായിരുന്നു. കാരണം അത് ശരി, അപ്പോൾ പുള്ളി എന്നെ ശ്രദ്ധിച്ചു ആ ഒരൊറ്റ ഡയലോഗ് പറഞ്ഞതിൻ്റെ പേരിൽ. കാരണം എനിക്ക് അത്ര ഉറപ്പാണ് എന്നുള്ളൊരു സംഭവം. അതെൻ്റെ വിവരക്കേടാണെന്നുള്ളത് പിന്നീട് അല്ല മറ്റുള്ളവർ നമ്മളോട് അത്ഭുതത്തോടു കൂടി പറയണ കേട്ടപ്പോൾ എനിക്ക് തോന്നി അന്ന് എനിക്ക് എല്ലാവരെയും പോലെ ചിന്തിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാനും ഏത് നടപടിയാവില്ല എന്ന് ചിലപ്പോൾ ചിന്തിച്ചേനെ. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടായിട്ടില്ല. അതിന് കാരണം അന്നൊക്കെ നമ്മുടെ ചുറ്റുമുള്ളവർ നമുക്ക് തന്നൊരു കോൺഫിഡൻസ് ആണ്. ഇന്നും വി ആർ വെരി കോൺഫിഡൻറ്റ് അബൌട്ട് യു. അത് അങ്ങനെ തന്നെ സെറ്റ് ആയിക്കോട്ടെ കേട്ടോ. അതേ കോൺഫിഡൻസ് ഇപ്പോൾ ഒരു ഡൗട്ടും വേണ്ട. റിവോൾവർ റിംഗോയുടെ കാര്യത്തിലും ഒരു ഡൗട്ടും ഉണ്ടാവേണ്ട. സംഭവം ഒരു സക്സസ് ആയി മാറട്ടെ. താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.